മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടിയാണ് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ, അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം, ക്ലച്ച് ഗ്രീസിങ്, വീൽ ബ്രേക്ക്, ബാക്ക് വീല് ബ്രേക്ക് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അയച്ചാണ്. നമുക്ക് എയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല ഫിൽറ്ററാണ്, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ആക്കിയാൽ മതി. ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ വേറെ ഓയിലേക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ളിൽ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. ഇത് ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ ആയാലും വേറെ പറയത്തക്ക വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ക്ലച്ച് ഷൂ ഒക്കെ നല്ല ഷൂ ആണ്. ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ. വേരിയേറ്റർ ബോഡിക്ക് ഒരല്പം തേയ്മാനം ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് സാധാരണ ഇതിൽ കവിഞ്ഞതായിട്ടൊന്നുമില്ല. അതായത് നോർമലായിട്ടുള്ള തേയ്മാനോ കാര്യങ്ങളൊന്നുമില്ല, സാധാരണ നമ്മുടെ ഉപയോഗത്തിൻ്റേതനുസരിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഈ ബെൽറ്റിൻ്റെ ലൈഫ് തീർന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ബെൽറ്റ് ഈ സൈഡിൽ സെൻറ്റർ പോർഷൻ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇത് പൊട്ടൽ വെച്ചിട്ട് ഡീപ്പായിട്ട് കൂടുതലായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് നമ്മുടെ ഉപയോഗത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ മാറുന്ന ടൈമാണ് തന്നെയല്ല കൂടുതലായിട്ട് പൊട്ടലുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കൈയോടെ മാറ്റി കളഞ്ഞെങ്കിൽ ഇതെന്താ പറ്റാന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കട്ട അങ്ങോട്ട് പൊളിഞ്ഞു വന്നാൽ ചില കട്ടകൾ ഇച്ചിരി താഴ്ചയിൽ അതിൻ്റെ പൊട്ടൽ വീണിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കട്ട പൊളിഞ്ഞാൽ ബാക്കിയത്തൊക്കെ പെട്ടെന്ന് പിടിപിടിയെന്ന് സാധനം പോകും. അങ്ങനെ നമ്മൾ വഴിയിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും കിലോമീറ്റർ കൊണ്ടായി നമുക്ക് ഓടിച്ച് അതിൻ്റെ പരമാവധി ലൈഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്തിടാം കേട്ടോ. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറാണ് കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ കിടക്കണേ. നമ്മളതൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ആക്കിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ ലൈനർ നല്ല ലൈനറാണ്, കുഴപ്പമില്ല. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ഓയിൽ മാറുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ഈ ഒരു വാഷും അതിൻ്റെ ഒരു ഇവിടെ തന്നെ ഒരു ഓറിങ്ങും മാറ്റേണ്ടി വരും. കാരണം അത് വൺ ടൈം സൊല്യൂഷനാണ്, അത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിടണം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗിയർ ബോക്സിനൊക്കെ ആയാലും നിലവിൽ വേറെ ഓയിൽ ഉണ്ട്, ഒരല്പം കുറവുണ്ട്, നമുക്കൊന്ന് ടോപ്പ് അപ്പ് ചെയ്തേക്കാം. കാരണം നല്ല ഓയിലാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ ലെവലൊന്ന് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ബ്രേക്ക് പാഡ് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അടുത്ത സർവീസിലൊക്കെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റാം. കാരണം ഇതിപ്പോൾ ഏകദേശം ഒരു പകുതിയിൽ കൂടുതലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല, ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി കേട്ടോ. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്ന് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് പിന്നെ അത് അത്യാവശ്യമായിട്ട് മാറ്റേണ്ടി വരുന്നത് നമുക്ക് ബെൽറ്റാണ് മാറേണ്ടി വരിക. പിന്നെ ഓയിലൊക്കെ നമുക്ക് നോർമൽ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. ആ ബെൽറ്റ് മാറുന്ന ടൈമായിട്ടുണ്ട്, അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി.